ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ക്ലാഷ് റിലീസ്. മലയാളത്തിന്റെ രണ്ട് സിംഹങ്ങൾ നേർക്ക് നേരെ വരുന്നു. അതെ, മമ്മൂട്ടിയും മോഹൻലാലും ഈ കുറി ഒരുമിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, ഒരാഴ്ച വ്യത്യാസത്തിൽ അവരുടെ രണ്ട് സിനിമകൾ എത്തുകയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് തുടരും രണ്ട് ചിത്രങ്ങൾ. രണ്ടും ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ. വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വരുന്ന രണ്ട് ചിത്രങ്ങളാണെങ്കിലും രണ്ടിനും പോസിറ്റീവ്നെസ് ഏറെ. ഇവിടെ നമുക്ക് കാത്തിരിക്കാം ഏത് സിനിമയായിരിക്കും 100 കോടി തൂക്കുക. ഇതിലൊരു സിനിമ തീർച്ചയായും 100 കോടി അടിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോ പ്രേക്ഷകരുടെയും ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷയും. എന്തായാലും ഈ രണ്ട് സിനിമയും മോശമാകാനുള്ള വഴിയുമില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടിൻ്റെയും ഡയറക്ടേഴ്സ് അങ്ങനെ തന്നെ. ഒപ്പം അഭിനയിക്കുന്ന രണ്ട് സിംഹങ്ങൾ തന്നെ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒരാഴ്ചയ്ക്കുള്ളിൽ വരാനിരിക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യമായി നമുക്ക് പറയാനുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനിയിലൂടെ വരുന്ന സിനിമകൾ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അത് മികച്ച രീതിയിലുള്ള സിനിമകളിൽ പട്ടികയിലേക്ക് വരുന്നതാണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടതെല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ സിനിമകളും അതിഗംഭീരമായിരുന്നു. ഏത് കാറ്റഗറിയിൽ വരുവാണെങ്കിലും മമ്മൂട്ടി സിനിമകൾ അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കാണാൻ കഴിഞ്ഞിരുന്നത്. ഒപ്പം ഗൗതം വാസുദേവ മേനോനും മികച്ച ഒരു സംവിധായകൻ കൂടിയാണ്. പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് പറയുന്നുണ്ട്, പടങ്ങൾ ചെയ്തു വെക്കും, റിലീസാക്കാറില്ല എന്നുള്ളത്. പക്ഷേ ഇക്കുറി മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് ആ പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സിനിമ എത്താനും പോവുകയാണ്. പക്ഷേ ഒരു ഒന്നൊന്നര ഐറ്റമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അണിയറയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. സിനിമ ഒരു വ്യത്യസ്തത പുലർത്തുന്നതും നമ്മൾ ഈ കണ്ട കാഴ്ചയല്ല. ആദ്യം ഒരു നെഗറ്റിവിറ്റിയൊക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. അതായത് ടീസർ അത്ര മികച്ചതല്ല എന്നുള്ളത്. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തി നല്ല ലെവലിൽ പോകുന്നു. എന്താണെങ്കിലും ആ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും തന്നെയാണ്. ഒപ്പം ഗൗതം വാസുദേവ മേനോനും എത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ മകനുമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു കാലത്ത് ഏറ്റവും മികച്ച രീതിയിലേക്ക് എത്താനുള്ള ചാൻസ് ഉള്ള സിനിമ തന്നെയാണ്. തുടരും എന്നുള്ള സിനിമ നമുക്കറിയാം. മോഹൻലാൽ ചിത്രം, വേറെ ഒരു പേരും വേണ്ട, മോഹൻലാൽ തന്നെ മതി. ഇവിടെ തരുൺമൂർത്തി കൂടി ചേരുമ്പോൾ നമുക്ക് തരുൺമൂർത്തിയുടെ ഇതിന് മുമ്പുള്ള സിനിമകളെല്ലാം തന്നെ മലയാളി പ്രേക്ഷകരെ വലിയ രീതിയിൽ പിടിച്ചിരുത്തിയെന്ന ചിത്രമാണെന്നും അറിയാം. ആ രണ്ട് പേരും കൂടെ ഒരുമിക്കുമ്പോൾ അതും ഒരു 100 കോടി ഉറപ്പിക്കാവുന്ന ചിത്രമാണ്. എന്താണെങ്കിലും ഒരാഴ്ചത്തെ ഡിഫറൻസിൽ ക്ലാഷ് റിലീസ് വരുമ്പോൾ ആകെ നെഗറ്റിവിറ്റി ഈ രണ്ട് സിനിമയ്ക്ക് ഒരു 15-20 ദിവസമെങ്കിലും ഗ്യാപ്പ് വേണമെന്നുള്ളത് മാത്രമാണ്. അല്ലാത്ത എല്ലാ സാധനത്തിലും പൂർണ്ണമായും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള സ്റ്റഫ് തന്നെയായിരിക്കും രണ്ടിലും ഉണ്ടാകുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഏത് സിനിമയുടെ കൂടെയാണ്? ഏത് സിനിമയായിരിക്കും 100 കോടി അടിക്കാൻ ചാൻസ് ഉള്ളത്? അതോ രണ്ടും അടിക്കുമോ അതോ രണ്ടും അടിക്കില്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്താണേലും എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമകളും മികച്ച രീതിയിലേക്ക് പോകും. പ്രത്യേകിച്ച് യാതൊരു ഹൈപ്പും ഇല്ലാതെ വരുന്ന രണ്ട് സിനിമകളാണ്. സിനിമ കൊള്ളാമോ? പ്രേക്ഷകർ കണ്ടിരിക്കും. അത് തന്നെയാണ് എല്ലാ കാലത്തും ഉള്ളത്. ഹൈപ്പ് കൂടിയാലും കുറഞ്ഞാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ വേറെ ഒന്നും തന്നെ നോക്കാനില്ല. പല നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും ചിലർ പറയും, നീയൊക്കെ അങ്ങ് ഹൈപ്പ് കയറ്റിയത് കൊണ്ട് ഇതിങ്ങനായി എന്ന് പറയും. അല്ലെങ്കിൽ പറയും, സിനിമ ഇങ്ങനെ ഇതിനെ നീയൊക്കെ ഹൈപ്പ് കയറ്റിയിരുന്നെങ്കിൽ വലുതായിട്ട് രക്ഷപ്പെട്ടേനെന്ന് പറയും. ഇത് രണ്ടുമല്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല ഈ രണ്ട് സിനിമകൾക്കും. കാരണം ഇതിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ഒപ്പം മമ്മൂട്ടി കമ്പനിയും തരുൺമൂർത്തിയും ചേർന്ന് വരുമ്പോൾ രണ്ട് സിനിമയ്ക്കും ഹെവി പോസിറ്റീവ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ് വരികയാണെങ്കിൽ ഏത് സിനിമയായിരിക്കും 100 കോടിയിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. ഗ്രേറ്റ് മീഡിയാസ്.